നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീഷയിൽ അധികാരത്തിലുണ്ടായിരുന്ന ബിജു ജനതാദളിനെ ചതിയിലൂടെ കീഴ്പ്പെടുത്തി അധികാരത്തിലെത്തിയതാണ് അവിടുത്തെ BJP നേതൃത്വം. എന്നാൽ ബിജു ജനതാദളുമായി ഒരു രമ്യതയിലേക്ക് പോകാൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ BJPക്കാർ. അതിനുവേണ്ടി കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം പലരും തമ്പടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിൻ്റെ വീട്ടിൽ സന്ദർശിക്കാനും അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും ഒപ്പം കൂട്ടാനും വലിയൊരു ശ്രമം BJP നേതൃത്വം നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു. കാരണം ബിജു ജനതാദൾ കോൺഗ്രസുമായി സഖ്യത്തിൻ്റെ ഭാഗമായി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് ഔദ്യോഗികമായി ബിജു ജനതാദൾ പ്രവേശിക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP കാണിക്കുന്ന കുതന്ത്രങ്ങൾ എല്ലാം പൊളിയുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു മേച്ചിൽപ്പുറം എന്ന രീതിയിൽ ഒഡീഷ കിട്ടിയതിൻ്റെ ത്രില്ലിൽ ഇപ്പോഴും BJP നേതൃത്വമെങ്കിൽ പോലും നേരത്തെ ഭരണത്തിലിരുന്ന ബിജു ജനതാദളിനെ തെല്ലൊന്നുമല്ല അവർ ഭയക്കുന്നത്. കാരണം 14 MLA-മാരുള്ള കോൺഗ്രസും 50 MLA-മാരുള്ള BJD-യും ചേർന്നാൽ പല കളികളും ഒഡീഷയിൽ നടക്കും. അതിൻ്റെ ഒരു അനുരണനം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഡെലിക്കേറ്റാണ് BJP-യുടെ സ്ഥിതിഗതി. BJP-ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും മന്ത്രിസഭയെ കുളം തോണ്ടാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ BJP-യിലെ തന്നെ വിരുദ്ധ ചേരി വസുന്ധര രാജേ സിന്ധ്യയുടെ മേൽനോട്ടത്തിൽ നീങ്ങുന്നത്. ഒഡീഷയിലും അത്തരത്തിൽ തന്നെയാണ്. മോഹൻ ചരൺ മാഞ്ചിക്കെതിരെ വലിയ ഒരു ബദൽ നീക്കം BJP-ക്കുള്ളിൽ തന്നെ റിബൽ നീക്കം അതിശക്തമായി മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതാനും ചില സംസ്ഥാനങ്ങളിലെ BJP ഭരണം അട്ടിമറിക്കപ്പെടും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഒഡീഷയിലും മറ്റൊന്ന് എന്ന് പറയുന്നത് രാജസ്ഥാനിലുമാണ്. ആന്ധ്രയിൽ BJP-യെ സഖ്യകക്ഷി സ്ഥാനത്ത് നിന്നും നായിഡു പടിയടച്ച് പിണ്ടം വയ്ക്കും. അങ്ങനെ നോക്കുമ്പോൾ BJP-യും BJP സഖ്യത്തിൻ്റെ ഭാഗമായി ഭരിക്കുന്നതുമായ മൊത്തത്തിൽ 3 സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടമാകുന്ന സാഹചര്യം. അതിൽ 2 നഷ്ടം അവർക്ക് സഹിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും. അതാണ് ഈ പറയുന്ന ഒഡീഷയും രാജസ്ഥാനും. രാജസ്ഥാനിലെ കലഹം അത് ഒരു ഉമ്മിത്തി പോലെ കത്തി പുകയുകയാണ്, നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും വലിയൊരു അഗ്നിഗോളമായി മാറാം എന്ന് മുതിർന്ന നേതാക്കളായിട്ടുള്ള ഗജേന്ദ്ര ഷെഖാവത്തിനും അർജുൻ റാം മേഘവാളിനും നന്നായി അറിയാം. വസുന്ധരയുടെ പുതിയ പ്ലാൻ വളരെ സ്ട്രാറ്റജിക്കലായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലോക്സഭയിലുണ്ടായ BJP-യുടെ കനത്ത തോൽവി അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമായി കണക്കാക്കപ്പെടണം. പക്ഷേ ഒഡീഷയിൽ BJP നടത്തിയത് അസാധ്യമായൊരു മുന്നേറ്റമാണ് എന്ന് ഇതുവരെ ബിജു ജനതാദൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം 6 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളാണ് കാണുന്നത്.